അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മൾ പലരുമായിട്ടും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യർ. പ്രത്യേകിച്ച് പുരുഷന്മാർ. അവർ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പല മേഖലയിലും പല സ്ഥലത്തും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല വിഭാഗം ആളുകളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഈ അഭിമുഖീകരിക്കപ്പെടുന്ന വ്യക്തികൾ അവർ എങ്ങനത്തെവരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സദസ്സും എന്നപോലെ വ്യക്തികളെയും മനസ്സിലാക്കി അവർക്കനുസരിച്ച് നമ്മളുടെ പ്രവർത്തനം എന്താക്കണം, വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോരുത്തരോട് പെരുമാറേണ്ടത്. ഓരോ സദസ്സിന് എന്നപോലെ ഓരോ രംഗങ്ങളായി. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സ്വഭാവക്കാരായിക്കൊള്ളുന്നില്ല. ഒരു വീട്ടിലുള്ളവർ തന്നെ എല്ലാവരും ഒരേ ആവുകില്ലല്ലോ. അപ്പം പലരും പല സ്വഭാവക്കാരാകും. അവരുടെ സ്വഭാവം എപ്പോഴും എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അവരോട് ഇടപഴകുമ്പോഴാണ്. എൻ്റെ ഒരു അനുഭവം, ഞാനൊരു പീടികയിൽ കയറി. എന്നിട്ട് അവിടുന്ന് ചായ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളൊന്നും മുണ്ടുന്നില്ല. ഒരു ഉച്ച സമയത്താണ് ഉണ്ടായ അനുഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ അല്ല, ഇവിടെ വലിയ ഹോട്ടലാണ്, പൊറാട്ട ഉണ്ട്, ചായ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ആ സമയത്ത് രോഷാകുലനായിട്ട് എന്നോട് കുറേ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. പോട അവിടുന്ന് നായ, അങ്ങനത്തെ ആ രൂപത്തിൽ പറയാൻ അറക്കുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ, നായ എന്നല്ലെങ്കിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. നമ്മളെ മനസ്സ് വളരെ നിഷ്കളങ്കമാണെങ്കിലും തമാശ രൂപത്തിലാണെങ്കിലും ചില ആളുകൾ നമ്മളെ ഉൾക്കൊള്ളുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ഒരു കച്ചവടക്കാരനാകുമ്പം അതിൻ്റെ മാന്യത പുലർത്തിയിട്ടില്ലെങ്കിൽ കസ്റ്റമർ അങ്ങോട്ട് വരുന്ന സംഗതി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇത് ചോദിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെന്തിനങ്ങനെ ആക്ഷേപിക്കണേ? ഞാൻ കാരണമായിട്ട് ഒരാൾക്കൊരു ദുൽമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഹിസാബ് ചെയ്യപ്പെടുന്നുള്ള ചിന്താഗതിയുള്ള. അപ്പോൾ അവൻ പറയാണ്, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്നത് എന്നോട് ഇതെന്താ അങ്ങനെ വേദോതിയിട്ട് എന്താണെന്ന് ചോദിച്ചത്. കാരണം ദൈവമല്ല എന്നുള്ള വിശ്വാസമാണ് എന്ന് അവനെ നയിക്കുന്നത് എന്ന് എനിക്കുമ്പോൾ അപ്പം ബോധ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ദൈവമില്ലെങ്കിൽ എന്തും സംസാരിക്കാമെന്നാണോ, യുക്തിവാദിയായാലും എന്തും സംസാരിക്കാമെന്നാണോ ഈ മടയന്മാരൊക്കെ മനസ്സിലാക്കിയത്? എന്നതുപോലെ പല അനുഭവങ്ങളും. അങ്ങനെ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു പ്രായമുള്ള ആൾ വന്നുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു ഒരു കടലാസ് വിരിച്ച് ഒരു പള്ളിൻ്റെ ഒരു അരുവിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെയുള്ള ഒരു മുത്താലിമിനോട് പറഞ്ഞു അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. കാരണം അവർ ഉസ്താദന്മാരൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കൽ. അപ്പം ഞാനിത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പറയണത്, ജന്തിനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വെച്ച് ചീത്ത പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ പള്ളി ദർസിലൊക്കെ ഓതി പഠിച്ച ആളാണ്, ഇതിൻ്റെ നിയമങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നാണ്. ഭക്ഷണം കഴിക്കൽ എവിടെ നിന്നൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അയാളെന്താ എന്നിട്ട് ചീത്ത പറയുമ്പോൾ ഈ പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ആരും പറയുന്നിട്ടിട്ടില്ല. നേരെ മറിച്ച് പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം സംസാരിച്ചാൽ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് മൂപ്പര് ചെയ്തത്. ഇങ്ങനത്തെ ആൾക്കാരോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ, ഇതാണ് ഓരോ മനുഷ്യന്മാരുടെ ഹൃദയം. അപ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. പള്ളിയിലാവട്ടെ അല്ലാത്തവിടത്താവട്ടെ, ഇപ്പോൾ സാധുക്കളായ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഭക്ഷണം നമ്മൾക്ക് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ടിപ്പിയിലാക്കി കൊണ്ടുപോയിട്ട് എന്നിട്ട് എന്നോട് പറയണ, ചേട്ടാ ഒരു വഴി കാണിച്ചെന്ന്, ആ വൈക്കൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളേണ്ടിയത്. പള്ളിത്തൊടിയൊരു വഴിയിലിരുന്നാണ്ട്, വഴിയിലുള്ള മതിൽമേലിരുന്നാണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തെന്നല്ലോ, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, നിസ്കരിച്ച് പോരാൻ നേരത്ത് മൂപ്പരോട് ചെന്നാട് പറഞ്ഞു, എൻ്റെ വാക്കിൽ എന്തെങ്കിലും
നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. കാരണം നമ്മളൊക്കെ മരണം പെരടിയിൽ ചുമന്ന് നടക്കുന്ന വ്യക്തികളാണെന്നാണ്. ഇപ്പം നിങ്ങൾക്കറിയില്ല, എൻ്റെ സ്നേഹിതനായിരുന്നു ഇവിടെ വടശ്ശേരിയുള്ള ഹിദായത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അയാൾ നിങ്ങൾക്കറിയാൻ അറിയുന്നതാണ്. അപ്പം അയാൾ അങ്ങനത്തെ, ഞാനും മൂപ്പരും ഒപ്പം പഠിച്ച ആളായിരുന്നു. അപ്പോൾ എൻ്റെ തുണക്കാരനവൻ പോയി എന്നതുപോലെ നമ്മൾ മരണം ചുമന്ന് നടക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് എന്താണ് ബോധം വന്നു. അതേ ചിരിച്ചു. ഏതായാലും ഞാൻ എന്താക്കി, ഞാൻ വേഗം അവിടുന്ന് പൊരുത്തപ്പെടുന്ന നമ്മളെ ഭാഗം നമ്മൾ ക്ലിയറാക്കി സലാം പറഞ്ഞു പോന്നു. അപ്പോൾ ഓരോ വ്യക്തികൾ, പള്ളിയിലുള്ള വ്യക്തികൾ, ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികൾ പോലും ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ എവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ അവിടുന്ന് ചോദിച്ചു, ഇവിടെ നേർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നപോലെ സ്ഥലത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളുന്നല്ല ഭക്ഷണം കഴിക്കല്, അത് നിങ്ങൾ കാണലില്ല എന്നൊക്കെ ചോദിച്ചു. പിന്നെ വേറൊരു രസം, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറയാം, നമ്മൾ ഭയങ്കര ചൂടത്ത് വെയിലത്ത്, നമ്മൾ ജോലിൻ്റെ വെയിലത്ത് പോകല്ലേ. അപ്പോൾ ഒരാളുണ്ട് അവിടെ പള്ളിയിൽ കിടക്കുന്നുണ്ട്, ഫാനിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് നിന്നപ്പോൾ എന്ത് ചെയ്യുക, ഇയാൾ ഓടി വരുന്നുണ്ട്. ഫാൻ ഓഫാക്കാൻ വേണ്ടി ഇരുന്നുള്ള അയാൾക്കാണ് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, ഇത് ഞാനിട്ടതല്ല കേട്ടോ, കിടക്കണ അയാൾ ഓണാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചിരിച്ചു. അപ്പോൾ ഇതാണ് ചില വ്യക്തികൾ, എന്തോ ഒരു വൈരാഗ്യം പോലെ, മനുഷ്യനോട് എന്തോ ഒരു ദ്രോഹമുള്ളത് പോലെ വ്യക്തികളെ ഈ മനസ്സും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആഖിറു സമാനിൽ സയകൂനു ഫീ ഉമ്മത്തി ഖശ്വൻ വ മസ്വൻ. ആഖിറു സമാൻ എടുക്കുമ്പം ഭൂമി കുലുക്കവും കോലം മറിക്കലുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭൂമി കുലുക്കുക എന്നതുപോലെ കോലം മറിക്കുക. ഹൃദയം മനുഷ്യൻ്റെ കാണുന്ന രൂപം നല്ല രൂപമാണെങ്കിലും ഹൃദയം കോലം മറിച്ച് നായ്ക്കളും പന്നികളൊക്കെ സ്വഭാവമായിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞ ഈ വ്യക്തിനെ നിസ്സാരപ്പെടുത്തി, നമ്മൾ പേര് പറയാത്തതുകൊണ്ട് ഈബത്താവില്ലല്ലോ. ഒരു വ്യക്തി എന്നാണ് പറഞ്ഞത്, ആളെ പേര് പറഞ്ഞ് ആളെ വസ്തു പറഞ്ഞാലാണ് ഈബത്താകുക. അപ്പോൾ ഇത്തരം വാക്കും പ്രവൃത്തിയും ഞങ്ങൾ സൂക്ഷിക്കണമെന്നും നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണമെങ്കിൽ ഓരോ സന്ദർഭങ്ങളും ഓരോ വ്യവസ്ഥകളും ഓരോ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മളെന്താണെന്ന് അറിയോ, നമ്മൾ തൊള്ളേന്ന് വിട്ടാൽ ഈ അമ്പുണ്ടല്ലോ, നമ്മുടെ ഈ ആയുധം, ഈ അമ്പ്, അത് നാവ് കൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങൂല. നേരെ മറിച്ച് ആയുധം കൊണ്ടുള്ള മുറിവ് ഉണങ്ങും. ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് പണ്ഡിതന്മാരൊക്കെ തെറി പറയുന്ന അവസ്ഥ ഇപ്പം വരുന്നത്. വലിയ വലിയ പണ്ഡിതന്മാരെ, ഈ സമസ്തൻ്റെ പ്രസിഡൻറ്റിനെ, വലിയ വലിയ ആലിമീങ്ങൾ, ആരാണ് അതിൽപ്പെട്ട ആൾക്കാർ തന്നെ. സമസ്തൻ്റെ പണ്ഡിതന്മാരപ്പോൾ തെറി പറയുന്നത് മറ്റുള്ളവരല്ല, സംസ്ഥാനക്കാരല്ല. സംസ്ഥാനക്കാർ ഞാൻ സംസ്ഥാനൻ്റെ ആശയത്തിൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പോൾ സംസ്ഥാനക്കാരവർക്ക് ബഹുമാനിക്കണമെന്ന് പറയുന്ന ആൾക്കാർ. നേരെ മറിച്ച് സമസ്തയിൽപ്പെട്ട ആളുകൾ തന്നെ ഇപ്പം എന്താണ്, നളന്ത എന്തൊക്കെ ഓരോ സ്ഥലത്ത് ആരെങ്കിലും യോഗം ചേർന്ന് ആ പേരായിട്ടില്ല അവർക്ക്. നളന്ത, സജറ ഒക്കെ പറഞ്ഞിട്ട് എന്താണ്, ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചീത്ത തെറി പറയാം. ആരെയും ആലിമീങ്ങൾ എല്ലാ താത്തപ്പന്ന ഹദൻ പൊതലന്നലില്ലുലമ ഒലോ ബിജഹലിൻ ജറാ ഫീനഫ്സിക്കത്തലഫോ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരെയും ആക്ഷേപിക്കരുത്, പ്രത്യേകിച്ച് ഉലമാക്കളെ ഈ ആക്ഷേപിച്ചാൽ ഈമാൻ നശിച്ചു പോകും എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കണ വലിയ വലിയ മൂല്യന്മാരെന്താണ്, അയാൾ അവിടുന്ന് ഒരു സമ്മേളനത്തിൽ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ മറ്റിടത്ത് നിസ്കരിച്ച് അയാൾ സഖാവാണ്, അതാണ് അവനാൻ്റെ ഈമാനെ എന്ത് ചെയ്യാണ്, ഇല്ലാതെയാക്കാൻ. എന്തിനാണ് ഇങ്ങനെ ഇതിനൊക്കെ മനക്കിടുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ഒരു ഭിന്നിപ്പോ അപ്പോൾ ഈ ഭിന്നിപ്പുകളും ഇതൊക്കെ വരുന്നത് നമ്മളെ സ്വഭാവം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ആഹൃതമാകുമ്പോൾ ഹഷ്വും മഷവും ഉണ്ടാകും, കോലം മറിക്കലുണ്ടാകും. അപ്പം നമ്മളുണ്ട് ഈ നമ്മുടെ ഹൃദയം നായിൻ്റെയും പന്നിൻ്റെയും ഒക്കെ സ്വഭാവമായിട്ട് കോലം മറിക്കുക ചെയ്യണത്. അപ്പം അത്തരം ഷെറിൽ നിന്ന് അള്ള നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ കോലം മറിച്ച് മനുഷ്യനെ നരകത്തിലിടുക മുഹമ്മദിയ രൂപത്തിലല്ല, നായും പന്നിയും ആയിട്ട് കോലം മറിച്ചിട്ടാണ് എന്ന് ബഹുമാനപ്പെട്ട തൃപ്പനിച്ച് ഉസ്താദ് ഒരു ദിവസം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കേട്ടു. ഈ മൂപ്പരെ കാണാൻ ചെന്നപ്പോൾ എന്ത് ചെയ്തു, മൂപ്പര് പറഞ്ഞു, പൊളിച്ചുകൊണ്ട് നമ്മളോടൊക്കെ പറഞ്ഞു, മനുഷ്യനെ അള്ളാഹു മുഹമ്മദിയ രൂപത്തിൽ നരകത്തിലിടുക. കാരണം മീം എഴുതുമ്പം മനുഷ്യനിങ്ങനെ ചെരിഞ്ഞ് കിടന്നാൽ മുഹമ്മദിയ രൂപ വരിക. മീമ് തല, മീമ് കയ്യ്, പിന്നെ ദാല് ഊരൻ്റെ ഭാഗം, പിന്നെ മീമ് ഊരൻ്റെ ഭാഗം, ദാല് കാലിൻ്റെ ഭാഗം, ഇങ്ങനെ മുഹമ്മദിയ രൂപത്തിൽ നരകത്തിലൂടെ നായും പന്നിയൊക്കെ കേട്ടാണ്. അപ്പോൾ ഇത്തരം ആളുകളായി മാറുന്നതിൽ നിന്ന് അത് നമ്മുടെ കാലത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.